ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ 1% ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ലോങ് ആയതുകൊണ്ടൊന്നല്ല, നിങ്ങളുടെ ബ്രെയിൻ അത് കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. അടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യാനും സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകാനും സേവ് ഫോർ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടെൻഡൻസിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ബ്രെയിനിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല, ഡോപ്പമിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ടൈമിൽ കുറെ പേർക്ക് അറിയാത്തതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഡോപ്പമീൻ ആൻഡ് ഡോപ്പമീൻ ഡീടോക്സിങ്. തുടങ്ങാം. ഫേസ് 1. വാട്ട് ഈസ് ഡോപ്പമീൻ ആൻഡ് ഹൗ ഡോപ്പമീൻ വാസ് യൂസ്ഡ്. 1000 വർഷം ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വൈൽഡ് ടൈംസിൽ ഹണ്ട് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് ഡോപ്പമീൻ കിട്ടുമായിരുന്നു. കുറേ കിലോമീറ്റേഴ്സ് ആൻഡ് മൈൽസ് നടന്ന് വെള്ളം കണ്ടുപിടിച്ച് വരുമ്പോൾ അവർക്ക് ഡോപ്പമീൻ കിട്ടുമായിരുന്നു. അവരുടെ ഫാമിലി, അവരുടെ ട്രൈബ് അതിനൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ഡോപ്പമീൻ കിട്ടുമായിരുന്നു. സോ ഓരോ വട്ടം ഈ ഡോപ്പമീൻ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്ക് റിവാർഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അവർക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത്. ഓരോ വട്ടം നമ്മൾ റിവാർഡിങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തോന്നണം, അല്ലെങ്കിൽ നമുക്ക് പ്രൗഡ് മൂമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഓരോ മൊമെന്റിലും നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമീൻ. ഒരു ഫീൽ ഗുഡ് ഡോപ്പമീൻ അല്ല, ഒരു ഫീൽ ഗുഡ് കെമിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോ വട്ടം നമ്മൾ ചെയ്യുമ്പോൾ പിന്നെയും ചെയ്യുന്നവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷണൽ കെമിക്കലാണ് ഡോപ്പമീൻ. ഇന്നത്തെ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഫുഡിന് വേണ്ടി ഹണ്ട് ചെയ്യണ്ട, വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളൊന്നും നടക്കണ്ട, എല്ലാം ഒരു ക്ലിക്കിൻ്റെ ദൂരത്തിൽ മാത്രം. അതിപ്പോൾ ഫുഡാണെങ്കിലും പ്ലഷർ ആണെങ്കിലും ഈവൻ ലവ്, ആസ് ഇൻ ഫേക്ക് ലവ്, ഒരു ക്ലിക്കിൻ്റെ ദൂരത്തിൽ മാത്രം. അന്നൊക്കെ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സർവൈവ് ചെയ്യാനും ഒരാളെ ജീവനോടെ നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു പടച്ചൻ്റെ ഒരു അനുഗ്രഹം എടുത്തിട്ട് ഡോപ്പമീൻ. ഇന്നെന്താണ്? ഒരാളെ വീക്കാക്കാൻ, ഒരാളെ ലേസി ആക്കാൻ, ഒരാളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ, ഒരാളെ ജീവനില്ലാത്തൊരു വസ്തുവാക്കി മാറ്റുന്ന സാധനമായി മാറി ഡോപ്പമീൻ. കാരണം എന്താണ്? അന്നൊക്കെ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തിട്ടൊക്കെയാണ് അവർക്ക് ഡോപ്പമീൻ അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വെറും 3 സെക്കൻഡ്, മേ ബി 30 സെക്കൻഡ്സ്, അത്രക്കും നമ്മൾ താഴ്ന്നു പോയി ഡോപ്പമീൻ അച്ചീവ് ചെയ്യാൻ. ഫേസ് 2. മോഡേൺ ഡോപ്പമീൻ ട്രാപ്പ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 3 മിനിറ്റിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ, മേ ബി ഒരു ഡോക്യുമെൻ്ററി ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഒരു 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണാൻ പറ്റുമോ? പറ്റൂല. ഞാൻ തീർത്തും പറയും പറ്റൂല. കാരണം ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സ്ക്രോളിങ്ങും ലൈക്സും കമൻറ്റും നോട്ടിഫിക്കേഷൻസും ഇതെല്ലാം നിങ്ങൾക്ക് വന്ന് അപ്പം എടുത്ത് നോക്കി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് ഡോപ്പമീൻ അത്രക്കും നിങ്ങളുടെ ബ്രെയിനെ ഡാമേജ് ചെയ്തിട്ട്. ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു ഇത്തിരി നേരം പോലും ഡിലേ ആക്കാണ്ട് നിങ്ങൾ അപ്പം തന്നെ എടുത്ത് നോക്കും. ഒരു സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇത്തിരി നേരം പോലും സൈലൻസ് എന്താണെന്ന് നിങ്ങൾ അറിയാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം അത്രക്കും നമുക്ക് ഡോപ്പമീൻ റഷ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റൂല എന്ന് പറയാൻ കാര്യം, നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മാറ്റ്, അടുത്ത ഡോപ്പമീൻ എന്താ, മാറ്റി, എനിക്ക് കണ്ടിരിക്കാൻ പറ്റണ്ട, ബോറടിക്കുന്നു. അങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മാറ്റും. നിങ്ങൾക്ക് അത്ര പോലും പിടിച്ചിരിക്കാൻ പറ്റൂല. ഡോപ്പമീൻ കിട്ടാത്തതിൻ്റെ ക്രേവിംഗ് ആണ് ബ്രെയിന്. നിങ്ങനെ കൊടുത്ത് ഇത്രയും വർഷങ്ങളോളം ഇങ്ങനെ കൊടുത്ത് ശീലിച്ചിട്ട് ബ്രെയിനെ ഇല്ലാണ്ട് പറ്റാണ്ടായി. നമ്മുടെ ഈ ലോകം ഡിസൈൻ ചെയ്തേക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഫുൾ ടൈം എൻ്റർടൈൻഡ് ആയിക്കൊണ്ടിരിക്കുക, ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക, വീക്കാവുക, വെട്ടിയിട്ട ഒരു വാഴ പോലെ വെറുതെ അവിടെ ഇങ്ങനെ കിടക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. അതെങ്ങനെയാണ് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ആവാം, വേറെ പല ആപ്സിലൂടെ ആവാം, നോട്ടിഫിക്കേഷൻസിലൂടെ ആവാം. ആൻഡ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സോഫ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാം മോഡൽസാണ്. സൊസൈറ്റി തന്നെ നോർമലാണെന്ന് പറയും, ഇൻസ്റ്റഗ്രാം അത് കണ്ടൻറ്റാന്ന് പറയും. പക്ഷെ സത്യാവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ ഡോപ്പമീൻ കിട്ടുന്നത് സെക്ഷുവൽ കണ്ടന്റിലൂടെ തന്നെയാണ്. നിങ്ങൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യണത്, അതായത് സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് ചെയ്യണത് വീഡിയോസും ഫോട്ടോസും കാണാൻ എന്താണ്, ഓൺലി ഫാൻസ് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. സെയിം അഡിക്ഷൻ, ഡിഫറെൻറ്റ് നെയിം, ഡിഫറെൻറ്റ് എക്സ്ക്യൂസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല എക്സ്ക്യൂസും പറയും. ലൈക്ക് ഇത് ഫോട്ടോസാണ്, ഇത് ഇൻഫ്ലുവൻസേഴ്സാണ്, ഇത് ഹാംലെസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലതും പറയും. പക്ഷേ സത്യാവസ്ഥയിൽ നമ്മൾ എന്താ ഇവിടെ നഷ്ടപ്പെടണം? മോട്ടിവേഷൻ ഇല്ലാണ്ടാവും, പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാണ്ടാവും, ഫോക്കസ് പിന്നെ മഷി ഇട്ട് നോക്കിയാൽ കിട്ടൂല, റിയൽ ലൈഫ് കണക്ഷൻസ് ഒന്നും അല്ലാണ്ടാവും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. റിയൽ ലവ്,
അല്ലെങ്കിൽ റിയൽ കണക്ഷൻസിനോടൊരു വാല്യൂ ഇല്ലാണ്ടാവും. ഫേസ് 3, ദ മെട്രിക്സ് ആൻഡ് ദ സിസ്റ്റം ട്രാപ്പ്. ഞാൻ ബ്രൂട്ടലായിട്ടൊരു സത്യം പറയാം. ഈ കളി സോഷ്യൽ മീഡിയ ആണെങ്കിലും ഏതൊരു ആപ്പാണെങ്കിലും ഡിസൈൻ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് മാത്രമേ. നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നില്ല. അപ്പം തന്നെ ഡോപ്പമൈൻ വേണമെന്ന് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളുടെ ബെസ്റ്റ് ഫോമിലേക്ക് എത്തണമെങ്കിൽ അയാളുടെ ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് വേണം. കുറേ വർഷങ്ങളുടെ പരിശ്രമത്തിൽ അയാളുടെ ബെസ്റ്റ് ഫോമിലേക്ക് എത്തുള്ളൂ. അതിപ്പോൾ ഒരാളുടെ ബോഡി ട്രെയിൻ ചെയ്യാനാണെങ്കിലും ഒരാളുടെ മൈൻഡ് ട്രെയിൻ ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും ടൈം എടുക്കും. പക്ഷെ ആ ടൈമാണ് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ ഈ സ്ക്രോളിലും ഈ ലൈക്സും ഇത് കമൻസും നോക്കി ഭാവിയിൽ റിഗ്രറ്റ് മാത്രമായി മാറും. നിങ്ങൾ ഒന്നിനും കൊള്ളൂലാത്ത ഒരു വലിയൊരു തോൽവി, ഒരു പരാജയം നിങ്ങൾ മാറും. അന്ന് നല്ല റിഗ്രറ്റ് അടിക്കും. ഇന്നത്തെ ഈ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു 30 സെക്കൻഡിൻ്റെ റീല് നിങ്ങൾ സ്ക്രോൾ ചെയ്യും, അടുത്ത 30 സെക്കൻഡ് കണ്ട് പിന്നെയും സ്ക്രോൾ ചെയ്യും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് 5 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ചെയ്യും. ഈ 5 മണിക്കൂർ വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോർമലായിട്ട് ഫീൽ ചെയ്യും. അതാണ് സിസ്റ്റം, അതാണ് ഈ മെട്രിക്സ്. എല്ലാവരും അതിൽ ട്രാക്ഡ് ആണ്, ഞാൻ ഇൻക്ലൂഡഡ് ട്രാക്ഡ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ അതിൽ ട്രാക്ഡ് ആണ് എന്നുള്ളത്. ഫേസ് 4, വൈ ഡോപ്പമൈൻ. ഡോപ്പമൈൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എനിമിയല്ല. ഡോപ്പമൈൻ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിന് ഒരു പേർപ്പസ് ഉണ്ടാവില്ല, ഒരു ലൈഫ് തന്നെ ഉണ്ടാവില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോപ്പമൈൻ യൂസ് ചെയ്യുന്ന സ്ഥലം ഈസ് റോങ്. നമ്മൾ തെറ്റായ സ്ഥലത്താണ് ഡോപ്പമൈൻ യൂസ് ചെയ്യുന്നത്. ജെയിംസ് ക്ലിയർ, ഓതർ ഓഫ് ആറ്റോമിക് ഹാബിറ്റ്സ്, പറഞ്ഞിട്ടുണ്ട്, we do not rise to the level of our goal, we fall to the level of our system. ഇവിടെ സിസ്റ്റം എന്ന് മൂപ്പർ ഉദ്ദേശിക്കുന്നത് ഡോപ്പമൈനെ. നമ്മൾ ഡോപ്പമൈൻ എവിടെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഗ്രോത്തും നമ്മുടെ താഴ്ചയും. അതേപോലെ തന്നെ കാൽ ന്യൂപോർട്ട്, ഓതർ ഓഫ് ഡീപ്പ് വർക്ക്, പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് മൾട്ടി ടാസ്കിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഡിസ്ട്രോയ്സ് അറ്റൻഷൻ. ബോർഡം ബിക്കംസ് അൺബെയറബിൾ, ബട്ട് ബോർഡം ഇസ് where creativity is born. അതായത് മൾട്ടി ടാസ്കിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതെടുത്ത് നോക്കും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്ക്രോൾ ചെയ്ത് പിന്നെ പോയി ഡിസ്ട്രാക്റ്റഡ് ആവും. ഒരിക്കലും ഫോക്കസ് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ബോർഡം ഒട്ടും ആർക്കും ബെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ബോർഡം ആസിനോട് ഉദ്ദേശിക്കുന്ന സൈലൻസ് ആണ്. സൈലൻസിൽ നിന്നാണ് ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഒരു മിനിറ്റ് പോലും സൈലൻസിന് ഗ്യാപ്പ് കൊടുക്കണ്ട. അപ്പം തന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകും. സോഷ്യൽ മീഡിയ ആവാം, യൂട്യൂബ് ആവാം. നമുക്ക് ഒരു മിനിറ്റ് പോലും സൈലൻസിന് ഗ്യാപ്പ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. ഫേസ് 5, 7 സ്റ്റെപ്പ് ഓഫ് ഡോപ്പമൈൻ ഡീടോക്സിങ്. സ്റ്റെപ്പ് 1, ആക്സെപ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേൾഡ് ഡിസൈൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ടൈം ഇതെല്ലാം സ്റ്റീൽ ചെയ്യാനാണ്. സോ അതെല്ലാം മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഒരു ഇരയാണ്, ഐ ആം ട്രാപ്ഡ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഇതെല്ലാം നോർമലൈസ് ചെയ്യണത്, ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ, ഈ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ വേറൊരു രീതിയിൽ എങ്ങനെയാണെന്നറിയോ? എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരും തെറ്റായിട്ട് പ്രവർത്തിക്കാനും പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. സോ ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ ട്രാപ്ഡ്. സ്റ്റെപ്പ് 2, റെക്കഗ്നൈസ് ദ ലൂപ്പ്. ഈ ലൂപ്പ് എന്ന് പറയുന്നത് ആറ്റോമിക് ഹാബിറ്റ്സിൻ്റെ റെഫറൻസിൽ നിന്നാണ്. ആറ്റോമിക് ഹാബിറ്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഈ ലൂപ്പ് എന്ന് പറയുന്നത് ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവോർഡ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത് ക്യൂ. ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കണത്. റിവാർഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്താണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഡോപ്പമൈൻ. ഇതാണ് ഒരു ലൂപ്പ്. ഈ ലൂപ്പ് എത്ര വട്ടം നെഗറ്റീവായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ടൈംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എവിടെയാണ് നമ്മുടെ ഡോപ്പമൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഈ റഷ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. സ്റ്റെപ്പ് 3, സൈലൻസ് ആൻഡ് ഒബ്സർവേഷൻ ട്രെയിൻ പേഷ്യൻസ്. നമ്മൾ ഡെയിലി 10 മിനിറ്റ് നോ ഫോൺ,
നോ ഡിസ്ട്രാക്ഷൻ, നോ നോട്ടിഫിക്കേഷൻ, നോ TV, നോ സ്ക്രീൻ, നോ നത്തിങ്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു 10 മിനിറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് സൈലൻസിൽ ബോറടിച്ച് 10 മിനിറ്റ് ഇരിക്കണം. ഡെയിലി 10 മിനിറ്റ്. പക്ഷേ തുടക്കത്തിൽ ഭയങ്കര പണിയായിരിക്കും. കാരണം നമുക്ക് ബ്രെയിൻ നമുക്കിടെ അറിഞ്ഞൂടാ എങ്ങനെ സൈലൻസിൽ ഇരിക്കണം, എങ്ങനെ ടോളറേറ്റ് ചെയ്ത് ബെയർ ചെയ്യണമെന്ന് നമ്മുടെ ബ്രെയിനിന് അറിഞ്ഞൂടാ. കാരണം നമ്മൾ അതിനൊരു അവസരം കൊടുത്തിട്ടില്ല. അത് ഭയങ്കര ഹാർഡായിരിക്കും. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത വീഡിയോ കാണും, ഫോൺ എടുക്ക്, ഇൻസ്റ്റാഗ്രാം തുറക്ക്, ലൈക്ക് നോക്ക്, നോട്ടിഫിക്കേഷൻസ് നോക്ക്. ഇതിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ബെയർ ചെയ്യണം, ഇത് സഹിക്കണം. അത് 10 മിനിറ്റ് നമ്മൾ പിടിച്ച് നിൽക്കണം. എന്നാലേ നമുക്ക് ഫോക്കസ് വരുള്ളൂ, നമുക്ക് മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആവുള്ളൂ. നമുക്ക് പേഷ്യൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് സഹിച്ചേ പറ്റുള്ളൂ. കാരണം സ്റ്റാർട്ടിങ് ഇസ് ഓൾവേസ് ഹാർഡ്. ഇറ്റ്സ് മെന്റ് ടു ബി ഹാർഡ്. സ്റ്റെപ്പ് 4, കൺസ്ട്രക്റ്റീവ് ഡോപ്പമൈൻ ആൻഡ് റീപ്ലേസ് ദ റിവാർഡ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഡോപ്പമൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എനിമി അല്ല. നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന ആ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നം. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോൺ അഡിക്ഷനിൽ കിട്ടുന്ന ഈ ഡോപ്പമൈൻ കൊണ്ടിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള സ്ഥലത്തുകൂടി നമ്മൾ ഡോപ്പമൈൻ കൊടുക്കണം. എങ്ങനെയാണ്? ഈ 30 സെക്കൻഡൊക്കെ റീല് കണ്ടുകൊണ്ടിരുന്ന ആൾ ഒറ്റയടിക്ക് 500 പേജിൻ്റെ ബുക്ക് ഒറ്റയടിക്ക് വായിച്ചെടുക്കാൻ നോക്കരുത്. അപ്പം തന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് പിന്നെ തുറക്കൂല. 1 പേജ് 2 പേജ് മാക്സിമം. അത് വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടും. നമ്മൾ ഡീപ്പായിട്ടൊരു വർക്കിൽ എൻഗേജ്ഡ് ആയിട്ട് ആ വർക്ക് കഴിയുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടും. അതൊക്കെയാണ് ഡോപ്പമൈൻ. സോ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് കാര്യമായിട്ടുള്ള പേർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡോപ്പമൈൻ കൊടുക്കാൻ നമ്മൾ എഫേർട്ട് കൊടുത്ത് നമ്മൾ ശ്രമിക്കണം. അത് കോമ്പൗണ്ട് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ റീവയറിങ് ചെയ്യും. അതായത് ശരിക്കുള്ള ഗ്രോത്തിലേക്ക് നമുക്ക് ഡോപ്പമൈൻ ക്രേവ് ചെയ്യും. അതിലേക്ക് ബ്രെയിന് നമ്മൾ കൂടുതൽ കൊണ്ടുപോകും, മോട്ടിവേറ്റ് ചെയ്യും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. സോ തുടക്കത്തിൽ ഭയങ്കര പണിയായിരിക്കും. പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതൊക്കെ പണിയാണ്. പക്ഷേ നമ്മുടെ ബ്രെയിൻ അത്രയും നമ്മൾ കൊളാക്കി വെച്ചേക്കണേ. അത് കൺസ്ട്രക്ട് ചെയ്ത് റീബിൽഡ് ചെയ്യാൻ നല്ല പണിയാണ്. ടൈം എടുക്കും, പേഷ്യൻസ് ഉണ്ടാവണം. സ്റ്റെപ്പ് 5, ഡിലേ ഡോപ്പമൈൻ ആൻഡ് ബിൽഡ് ഫോക്കസ്. അതായത് ഇവിടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഡോപ്പമൈൻ ഗ്രാറ്റിഫിക്കേഷൻ. അത് നൈസായിട്ടാണ് ഡിലേ ചെയ്യുക. ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഇതെല്ലാം 30 സെക്കൻഡ് നമ്മൾ ഡോപ്പമൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നൈസായിട്ടാണ് ഡിലേ ചെയ്യുക. ഇൻസ്റ്റഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻ്ററീസ് ആണ്, ബുക്സ് വായിക്കുക, എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള വർക്ക് എന്തെങ്കിലും ചെയ്യുക. ഇതിലൊക്കെ ഗുണമെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡോപ്പമൈൻ കിട്ടുള്ളൂ. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോക്കസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഫോക്കസ് ഇസ് പവർ. ഫോക്കസ് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉള്ളൂ. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ലൈഫിനൊരു പേർപ്പസ് ഉള്ളൂ. സോ ഡിലേ ഡോപ്പമൈൻ. സ്റ്റെപ്പ് 6, 24 hours റീസെറ്റ് ചാലഞ്ച്. ഇത് 7 സ്റ്റെപ്പിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ചാലഞ്ച് ആയിരിക്കും. കാരണം ആഴ്ചയിൽ ഒരു ദിവസം നോ ഫോൺ, നോ സ്ക്രീൻ, നോ ജങ്ക്, നോ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം മുഴുവൻ. നല്ല പണിയായിരിക്കും, നല്ല ഹാർഡാണ്. തുടക്കത്തിൽ ഭയങ്കര ഭ്രാന്ത് പിടിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കുറച്ചുകൂടെ ഷാർപ്പറായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, കുറച്ചുകൂടെ കാമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും, കുറച്ചും കൂടെ എന്താ പറയുക വേൾഡിലേക്ക് വേറെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങും. ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ചെയ്താൽ. ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് മറ്റേ മോഡേൺ ഫാമിലിയിലുണ്ട്. ഞാൻ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഈ ഒരു പോയിന്റിനെ പറ്റി അത് ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്, കണ്ടോക്ക്. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് 7, ബിൽഡ് എ സസ്റ്റൈനബിൾ റൂട്ടീൻ. അതായത് ഈ മെഡിറ്റേഷൻ, വർക്കൗട്ട്, ഡീപ്പ് വർക്ക്, ലേണിങ് ഇതെല്ലാം നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീൻ പോലെ നിങ്ങൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഡിലേ ഡോപ്പമൈൻ നിങ്ങൾക്ക് ഡിലേ ചെയ്യാൻ പറ്റും. ഡിലേ ചെയ്യുമ്പോൾ എന്താണ് ഓരോ വട്ടം ഡിലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. പയ്യെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. ബ്രെയിനൊക്കെ എവിടെയോ നടന്നിരുന്ന ബ്രെയിനൊക്കെ പയ്യെ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരാൻ തുടങ്ങും. എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ നിങ്ങളുടെ കൺട്രോളിലാണ് ഇപ്പോൾ. ആ ഒരു ദിവസം വന്നിരിക്കും. ഫേസ് 6, കോൾ ടു ആക്ഷൻ. ഈ വീഡിയോ ഇവിടം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, യു ആർ ഫ്രം ദ 1% പീപ്പിൾ. The 1% people who want to change, who wants to make a life. എല്ലാവരും ഈ വീഡിയോ ഇതിൻ്റെ അവസാനം വരെ കാണുന്നത് എനിക്ക് യാതൊരു ഹോപ്പുമില്ല. കാരണം എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈനിങ് അല്ല, ഡെവലപ്മെൻ്റ് ആണ്, സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്.
So if you can watch until the end, you are from the 1% people. That means you can change. That means you can fight. എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സ്റ്റോറി ആസ് എങ്ങനെയാണ് ഡോപ്പമീൻ അഡിക്ഷൻ നിങ്ങളെ എഫക്റ്റ് ചെയ്തു, എങ്ങനെ നിങ്ങൾ അത് ഓവർകം ചെയ്തു, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രഗിൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഓണസ്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഡു ഷെയർ. കാരണം ഈ കമൻറ്റ് വായിക്കുന്ന ഓരോ വ്യൂവേഴ്സിനും അതൊരു മോട്ടിവേഷനാണ്. പോരാത്തതിന് അതൊരു അവയർനെസ്സും കൂടിയാണ്. അവർ ഒറ്റക്കല്ല ഫേസ് ചെയ്യണം എന്നുള്ളത്. സോ എനിക്ക് പേഴ്സണലി നിങ്ങളുടെ സ്റ്റോറി അറിയണം താല്പര്യമുണ്ട്, എനിക്കും വായിക്കണമെന്നുണ്ട്. സോ ഇഫ് യു ക്യാൻ പ്ലീസ് ഡു ഷെയർ. ഈ വീഡിയോ ഇവിടം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, യു ആർ നോട്ട് ജസ്റ്റ് എ വ്യൂവർ. നിങ്ങളൊരു വ്യൂവർ മാത്രമല്ല, ഒരു ചേഞ്ച് ആഗ്രഹിക്കണം, ഒരു സക്സസ് ആഗ്രഹിക്കണം 1% ആൾക്കാരിൽ പെട്ടവർ തന്നെയാണ് നിങ്ങൾ. ട്രസ്റ്റ് മീ, യു ആർ. So until then, I'm building something bigger. Stick around. Assalamu alaikum.